Hi friends, welcome back to ND Vlogs. ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുന്നത് എത്രത്തോളം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ഇമേജോ അല്ലെങ്കിൽ ഒരു വെക്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വൈറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ ഉണ്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു വർക്കിംഗ് ഫയലിലോട്ട് മാറ്റുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ആവശ്യകതയാണ്. കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതെങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജിനെ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് PNG ആയിട്ട് സേവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ അടുത്ത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയേണ്ടത് എങ്ങനെയാണ്. ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയുന്നതിന് മാത്രം ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു വെബ്സൈറ്റില് അല്ലെങ്കിൽ നമ്മളൊരു വെബ് ബാനർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ബാനർ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് കളയാൻ ആവശ്യമുള്ളത്. കാരണം ഇപ്പൊ നമ്മളിപ്പോ നെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ബാക്ക് വൈറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നെറ്റിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് PNG ഫോർമാറ്റിലോ അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലോ ആണ് നമ്മളത് ഇടാറ്. ഇപ്പൊ വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ഒരു വെബ് ബാനർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ് പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല. അപ്പൊ നമ്മളത് ബാക്ക്ഗ്രൗണ്ട് കളയും. ഇതൊക്കെ ഫോട്ടോഷോപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫോട്ടോഷോപ്പ് ടൂൾ വെച്ച് നമുക്ക് എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ എറേസ് ചെയ്ത് കളയണേന്ന് നോക്കാം. അതിന് ഞാൻ ആദ്യം ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാണ്. തൽക്കാലം ഞാനൊരു മാസ്കിന്റെ ഇമേജ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഫോട്ടോഷോപ്പിലൂടെ രണ്ടുമൂന്ന് ടൂളുകൾ ഉപയോഗിച്ച് ഈസിലി ആയിട്ട് ചെയ്യാം. ഒന്നാമത്തേന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ മാജിക് ബാൻഡ് ടൂൾ വെച്ച്. ഇപ്പൊ സിംഗിൾ കളറൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മാജിക് ബാൻഡ് ടൂൾ വെച്ചിട്ട് പെട്ടെന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ പറ്റും. അതായത് ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം കളർ എവിടെയൊക്കെയാണോ അത് ഫുള്ള് പിക്കാവും. പിന്നെ നമ്മൾ ഷിഫ്റ്റ് പിടിച്ചിട്ട് അതിന്റെ ഇടയിലൊക്കെ ഉള്ള കളറുകൾ പിക്ക് ചെയ്ത് കൊടുത്താൽ ആ സെയിം കളറാണ് എല്ലാ സ്ഥലത്തും ഉള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാം പിക്കാവും. അതിനുശേഷം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെയർ ഒന്ന് അൺലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പോകും. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫെദർ എടുത്തിട്ട് ജസ്റ്റ് ഫെദറും കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു 1.1 അല്ലെങ്കിൽ 1.2 ഒക്കെ കൊടുത്താൽ മതി. ഫെദർ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ എഡ്ജുകൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്മൂത്ത് ആണ്. ഞാൻ ആദ്യം കളഞ്ഞത് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഫെദർ കൊടുക്കാണ്ട് കളയുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം നോക്കിക്കോളൂ. ഫെദർ കൊടുത്ത് കളയുമ്പോൾ ഉള്ളതിന്റെ ഒരു വ്യത്യാസം നോക്കിക്കോളൂ. കുറച്ച് സ്മൂത്ത് ആയിട്ട് വരും അതിന്റെ എഡ്ജുകൾ. ഇങ്ങനെ നമുക്ക് ഒരു രീതിയിൽ ഇമേജുകൾ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് സേവ് ആസ് എടുത്തിട്ട് PNG ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. PNG ആയിട്ട് സേവ് ചെയ്യുമ്പോൾ ആ ഇമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അതേപോലെ വേറൊരു രീതി എന്ന് പറയുന്നത്, നമുക്കിപ്പോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു ഫോട്ടോ ആണെന്ന് വിചാരിക്കാം, ഒരു ഇമേജ് ആണെന്ന് വിചാരിക്കാം. ഇത് സിംഗിൾ കളർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മാജിക് ബാൻഡ് ടൂൾ വെച്ച് പിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സിംഗിൾ കളർ അല്ല എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പെൻ ടൂൾ. നല്ല ഷാർപ്പായിട്ടും അതിന്റെ എഡ്ജുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ടൂൾ ബോക്സിൽ പോയിട്ട് പെൻ ടൂൾ എടുത്തിട്ട് പെൻ ടൂൾ വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വലുതാക്കി കൺട്രോൾ സെറ്റ് ബാക്കോട്ട് എടുത്തു. നമുക്ക് അതിന്റെ എഡ്ജ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ട് എഡ്ജ് അതിനനുസരിച്ച് വളച്ച്. ഇതിന് ഏറ്റവും ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് വഴങ്ങണം. നമ്മൾ അതിന് കുറേ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് തന്നെ പഠിക്കണം ഫോട്ടോഷോപ്പിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ കൈ അതിനനുസരിച്ച് വഴങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വരച്ചൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത്
തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫോട്ടോഷോപ്പിലെ ഏറ്റവും കൂടുതൽ യൂസേജും ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു ടൂളാണ് ഈ പെൻ ടൂൾ എന്ന് പറയുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കാന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം പല കാര്യങ്ങളും നമ്മൾ ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെൻ ടൂളോ ഹാൻഡ് ടൂളോ വെച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് ആ ഇമേജ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇതിപ്പോ നമ്മൾ ബാനറുകൾ, പോസ്റ്ററുകൾ, അതേപോലെ ബ്രൗഷറുകൾ, അങ്ങനെ എന്ത് ചെയ്താലും നമുക്ക് ഉപയോഗം വരുന്ന ഒരു കാര്യമാണ് ഈ പെൻ ടൂൾ എന്ന് പറയുന്നത്. ഇത് വെച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ നേരം കൊണ്ട് ഈ സംഭവം കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ പെൻ ടൂൾ വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് സെലക്ഷൻ ആവും. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഫെദർ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു, കൺട്രോൾ ജെ അടിച്ച് കഴിഞ്ഞാൽ അത് പുതിയ ലെയർ, ബാക്ക്ഗ്രൗണ്ട് ലെയർ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കിട്ടും. ഈ ഫെദർ കൊടുക്കണതിന്റെ വേറൊരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ചില സ്ഥലത്ത് ഈ നമ്മളിപ്പോ ഒരു ഫേസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ താടിയൊക്കെ വരുന്ന സ്ഥലത്ത് ചിലപ്പോൾ വൈറ്റ് ഒക്കെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു ചെറിയൊരു ഫെദർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റും. ഇതിപ്പോ പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്തെടുത്താണ്. ഇങ്ങനെയും നമുക്കൊരു ഇമേജ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫോട്ടോഷോപ്പിൽ വേറൊരു ടൂൾ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്ത് കളയാൻ നോക്കാം. അതിന് നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തേക്കണേ. ഇനി നമുക്ക് എറേസർ ടൂൾ വെച്ചിട്ടും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളയാം. ഞാൻ ഈ ലോക്ക് മാറ്റാണ്. അതിനുശേഷം നമുക്ക് എറേസ് ചെയ്ത് മാറ്റാം. വരച്ചെടുക്കാൻ കൈ കറക്റ്റ് ആയിട്ട് വഴങ്ങുന്നവരാണെങ്കിൽ നമുക്ക് വരച്ചെടുത്ത് മാറ്റാം. ബ്രഷ് മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് വരച്ച് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എറേസർ ടൂളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് എറേസർ ടൂൾ ഉണ്ട്, അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കാണ്. എറേസർ പോയിന്റ് ഒന്ന് വലുതാക്കിയിട്ട് നമുക്ക് എറേസ് ചെയ്ത് കളയാൻ പറ്റും. ഇതേപോലെ കണ്ട ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയാൻ പറ്റും നമുക്ക്. പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് നമ്മൾ സെലക്ഷൻ്റെ ഉള്ളിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതല്ലാതെ നമ്മൾ ഇമേജിൽ നേരിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമേജും കൂടി അങ്ങോട്ട് കയറിപ്പോകും. പിന്നുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന മാജിക് എറേസർ ടൂൾ എന്ന് പറയുന്ന സംഭവം. ഇതും നമ്മൾ ഈ മാജിക് ബാൻഡ് ടൂൾ പോലെ തന്നെ ഒരു സെയിം കളർ നമുക്ക് മൊത്തത്തിൽ എടുത്ത് കളയാനായിട്ട് ഉള്ളൊരു സംഭവമാണ്. ഇങ്ങനെയും നമുക്കൊരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എറേസ്, അത് സിംഗിൾ കളർ ആണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഒരു സിംഗിൾ കളറാണ് ബാക്ക്ഗ്രൗണ്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ അല്ലെങ്കിൽ ഗ്രീൻ ഒക്കെ ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ എറേസർ ടൂൾ വെച്ചിട്ട്, മാജിക് എറേസർ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് മതി, അല്ലെങ്കിൽ ഒരു മാജിക് ബാൻഡ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്കത് കളയാൻ പറ്റും. പിന്നെ ഇത് കൂടാണ്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തവരാണ്, നമുക്ക് കുറെ ഇമേജുകൾ അല്ലെങ്കിൽ എലമെന്റുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചില സൈറ്റുകളിൽ നിന്ന് എടുക്കാം. അതിന് ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്, ഫ്രീ പിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, freepic.com എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് വെക്ടറുകൾ, PSD ഫയലുകൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഫോട്ടോഷോപ്പ് ഫയൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുത്താൽ ഒരുമാതിരി എല്ലാം തന്നെ അതിലുണ്ടാവും. ഇപ്പൊ നമ്മളൊരു വെക്ടർ എടുക്കാന്ന് വെച്ചാൽ, ഈ വെക്ടറുകളൊക്കെ PSD ഫയലുകളാണ്. ഇതിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നുണ്ട്, പൈസ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാവുന്നുണ്ട്. ഇതിൽ കുറേ ഫ്രീ ആയിട്ടുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു PNG അടിക്കുകയാണ്, PNG ഫയലുകൾ അടിച്ചാൽ ഇതൊക്കെ PNG ഫയൽസ് ആണ്. നമുക്ക് എന്തിന്റെ PNG വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ഹൈ റെസൊല്യൂഷനിലുള്ള PNG ഫയൽ നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ PNG ഫയലുകൾ കിട്ടും. നമ്മൾ ടീഷർട്ട് ഡിസൈൻ ചെയ്യണവർക്കൊക്കെ അതിന്റെ ഇപ്പൊ ടീഷർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അതിന്റെ PNG അല്ലെങ്കിൽ വെക്ടർ ഫയലുകൾ എല്ലാം തന്നെ ഇതിൽ കിട്ടും.
നമുക്കിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തന്നെ ഉണ്ട്. വെക്ടറുകൾ, ഫോട്ടോകള്, PST കൾ, ഐക്കൺസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും, ഇപ്പൊ ജസ്റ്റ് ഞാനൊരു ഇമേജ് സെർച്ച് ചെയ്യണം, ഫ്ലാഗ് സെർച്ച് ചെയ്യണം, ഫ്ലാഗ് അതിന്റെ PNG ഇരിക്കണം, ഫ്ലാഗ് PNG അടിച്ച് കഴിഞ്ഞാൽ PNG ഫ്ലാഗുകൾ ഒരുപാട് വരും. നമുക്ക് ഇതിൽ നിന്നും എടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് റെസൊല്യൂഷൻ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ലാർജ് ഇട്ട് എടുക്കുകയാണെങ്കിൽ ലാർജ് ഫയലുകളും നമുക്ക് കിട്ടും. ഇങ്ങനെ നിങ്ങൾ എളുപ്പത്തിൽ PNG എടുക്കാം. ഈ PNG കളൊക്കെ പലര് ചെയ്ത് നെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടേക്കുന്നുണ്ടാകും. ഇതേപോലെ തന്നെ ഈ ഫൈവർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ ഈ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് അപ്ലോഡ് ചെയ്യണതിന്, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാനുള്ള വർക്കുകൾ ഒരുപാട് കിട്ടും. ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കളയുന്നതിന് $5 ഒക്കെയാണ് ഇതിൽ അവർ കൊടുക്കുന്നത്. ഈ സൈറ്റിൽ നമുക്ക് ഫോട്ടോഷോപ്പ് കുറച്ചെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാൻ അറിയാവുന്നവർ, PNG ആയിട്ട് സേവ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഒരുപാട് വർക്കുകൾ ഇതിൽ കിട്ടും. ഈ സൈറ്റിൽ കിട്ടുന്ന ചില വർക്കുകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയുന്നതിന് അവർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്ലയൻസ് കൊടുക്കുന്നത് $5 ഒക്കെയാണ് ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഫോട്ടോഷോപ്പ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ PNG ചെയ്യാൻ, അതായത് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാവുന്ന സൈറ്റുകൾ ഇതേപോലെ തന്നെ നെറ്റിൽ അവൈലബിൾ ആണ്. ഇതേപോലെ നമുക്ക് PNG കൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സൈറ്റുകളും ഒരുപാടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രീ പിക്ക് ആണ്. പിന്നെ ഷട്ടർ ഷോക്ക് ഉണ്ട്. അതിലൊക്കെ പൈസ കൊടുത്തെടുക്കണം. ഇതിലാണെങ്കിൽ കുറെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് ഒന്നുകൂടി പറയാം. ഒന്ന് മാജിക് ബാൻഡ് ടൂളും ഒന്ന് പെൻ ടൂളാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം അനുസരിച്ച് ഈ പറയുന്ന പോലെ പോളിഗണൽ ടൂൾ വെച്ചും മാഗ്നറ്റിക് ടൂൾ വെച്ചും ഒക്കെ ചെയ്യാം, കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ മാഗ്നറ്റിക് ടൂൾ വെച്ചിട്ട് ഇതേപോലത്തെ ഇമേജ് ആണ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഒന്ന് സൈഡിൽ കൂടെ പോയാൽ മതി. നമ്മൾ കട്ട് പോലും ചെയ്ത് കൊടുക്കണ്ട, നമ്മുടെ സെലക്ഷൻ ആയി പോയിക്കോളും. ഇങ്ങനെയൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കത് PNG ആയിട്ട് സേവ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫോട്ടോഷോപ്പ് സംബന്ധിച്ച എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.